വിഷ്ണു, യുവാക്കളുടെ ആത്മഹത്യ പോലെ വലിയ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലത്തിൽ കുണ്ടറയിൽ നെടുമ്പനയിൽ 9 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ 9 വയസ്സുള്ള കൊച്ചിന് ഈ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ അറിയുമെന്നുള്ളതൊക്കെ നമ്മൾ സംശയിച്ചിട്ടാണ് അവിടെ പോയത്. പിന്നീട് പത്രങ്ങളിൽ കാണുന്നുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 13 വയസ്സുള്ള കുട്ടി. സാർ, അപ്പോൾ ഈ സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തണം. ഒരു നിർദ്ദേശമുണ്ട് സാർ, ഈ ക്ലാസ് നടക്കുമ്പോൾ പോയിട്ട് ഇന്ന കുട്ടീനെ കൗൺസിലിങ്ങിന് HMൻ്റെ റൂമിലേക്ക് വരണമെന്നൊക്കെ വിളിക്കുന്ന അപരിഷ്കൃതമായ രീതിയും സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായി ഈ കുട്ടികളെ പരിഗണിക്കാനും പരിഹരിക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വളരെ ശാസ്ത്രീയമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനം സാംസ്കാരിക വകുപ്പ്, യുവജനകാര്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിന് നമ്മളൊരു പ്രാധാന്യം കൊടുത്തതിൻ്റെ ഭാഗമായി നമ്മുടെ മിക്കവാറും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ബന്ധപ്പെട്ട് പ്രത്യേക റൂമുകൾ, സൗകര്യങ്ങൾ ഇപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചെയ്തിട്ടുണ്ട് പല സ്കൂളുകൾ. എല്ലായിടത്തും ആയിട്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൗൺസിലിങ്ങിന് ആവശ്യമുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് പ്രത്യേകമായ പരിശീലനം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ഡയറക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങ് വെച്ച നിർദ്ദേശം തീർച്ചയായിട്ടും പരിഗണിച്ചുകൊണ്ട് മറ്റ് വകുപ്പുകളോട് സംസാരിച്ച് നമുക്കൊരു മുൻകൈ എടുക്കാം.